പ്രൈസ് ദി ലോർഡ്. എനിക്ക് കിട്ടിയ ബോധ്യങ്ങൾ കൂടുതലും ഇന്നലത്തെ ഭാഗങ്ങളിൽ നിന്നാണ്. ഇന്നത്തേത് ഞാനിന്ന് കുറച്ച് ചിന്തിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ചെങ്കിലൊക്കെ അതിനെക്കുറിച്ച് പറയാനായിട്ട് പറ്റുള്ളൂ. ഇന്നലത്തെ ബ്രദർ പറഞ്ഞു പരിശുദ്ധാത്മാവ് നമ്മെ വിട്ടുപോകുന്നില്ല. ശരിക്കും ഞാൻ വിചാരിച്ചിരുന്നത് കൂടുതൽ വിശുദ്ധിയിൽ ജീവിക്കുന്ന മനുഷ്യരിലാണ് പരിശുദ്ധാത്മാവ് വസിക്കുന്നത്. ശരിക്കും ഇത് 100% തെറ്റാണ്. കാരണം അതിനൊരു ഉദാഹരണം എനിക്ക് കിട്ടിയ ഒരു ഉദാഹരണം ഇതാണ്. എനിക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തി, ഞാൻ കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എനിക്കിഷ്ടമില്ലാത്തൊരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയോട് എനിക്ക് സ്വാഭാവികമായിട്ടൊരു ഇഷ്ടക്കേട് വരും. ഞാനൊരു അകൽച്ച ഭാവിക്കും, ഒരു അകന്നു നിൽക്കുന്ന ഒരനുഭവം. ശരിക്കും ഞാൻ പാപം ചെയ്ത് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ വിട്ടുപോയാൽ ഞാനീ ചെയ്ത അതേ പ്രവൃത്തി തന്നെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. അപ്പോൾ ഞാനും പരിശുദ്ധാത്മാവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് പാപം ചെയ്തു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മെ വിട്ടുപോകുന്നില്ല. കാരണം എൻ്റെ വിശുദ്ധിയോ പുണ്യമോ പ്രാർത്ഥനയോ ഒന്നും കണ്ടിട്ടല്ല പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നത്. എന്നോടുള്ള അനന്തമായ സ്നേഹത്താൽ ഒന്നുകൊണ്ട് മാത്രമാണ് പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നത്. ഇത് കഴിഞ്ഞ് ഇന്നലത്തെ ഒരു ബോധ്യമാണ്. പിന്നെ കുറച്ച് ബോധ്യങ്ങളുണ്ട്, എല്ലാം പറയാൻ സമയമില്ല. എനിക്ക് കിട്ടിയ ഒരു കാര്യം കൂടെ പറയാനായിട്ട് പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്ന നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവേ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പോൾ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആദ്യമൊക്കെ കരുതിയിരുന്നത് ഭൗമികമായ അധ്വാനം, ജോലി ചെയ്ത് അധ്വാനിക്കുന്നു, കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന മനുഷ്യൻ്റെ അധ്വാനത്തെക്കുറിച്ച് അങ്ങനെയാണ് ആദ്യം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ശരിക്കും ബ്രദറിൻ്റെ ഇന്നത്തെ പ്രബോധനത്തിൽ യേശു സിനഗോഗിൽ പഠിപ്പിക്കുന്ന ആ ഭാഗം വ്യാഖ്യാനിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കതിനെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കാനായിട്ടൊരു കൃപ ലഭിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വരെ നിലനിന്നിരുന്ന തുടർന്നു കൊണ്ടുപോന്നിരുന്ന ആ നിയമത്തെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയൊരു പ്രകാശം യേശു അവരുടെ മുമ്പിൽ കാണിക്കുകയാണ്. ഇതൊന്നുമല്ല, ഇതിനപ്പുറത്തേക്ക് എല്ലാത്തിനെയും നിലനിർത്തിക്കൊണ്ട് തന്നെ ഒന്നിനെ മാറ്റി നിർത്താതെ യേശു ഒരു പുതിയൊരു മാനം അവിടെ കാണിക്കുകയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഇത് കൊള്ളാമല്ലോ, ഭയങ്കര ഒരു അത്ഭുതകരമായിട്ട് അവർക്ക് തോന്നി. അതുകൊണ്ടാണ് യേശുവിനെ നോക്കിയിട്ട് അവർ പറയുന്നത്, അവൻ്റെ നാവിൽ നിന്ന് കേട്ട കൃപാവചസ്സുകൾ കേട്ട് അവർ ആശ്ചര്യപ്പെട്ടു. ഇവൻ ജോസഫിൻ്റെ മകനല്ലേ, തച്ചൻ്റെ മകനല്ലേ, ഇവനെല്ലാം ഇത് എവിടെ നിന്ന് കിട്ടിയെന്നുള്ളത്. ശരിക്കും യേശുവിൻ്റെ ജ്ഞാനം, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ജ്ഞാനത്തിൽ നിന്നാണ് ഇതൊക്കെ കിട്ടുന്നുള്ള ഒരു ബോധ്യം, ശക്തമായിട്ടൊരു പ്രേരണ. അത് ശരിക്കും ആ ഒരു ബോധ്യം വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര ഒരു ആനന്ദവും ഒരു സന്തോഷവും, യേശുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഇഷ്ടം, ഒരു പ്രത്യേകം വർണ്ണിക്കാൻ വാക്കുകളില്ല. പിന്നെ മൂന്നാമതായിട്ട് എനിക്ക് ഒത്തിരി കാര്യത്തിനകത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞ് നിർത്തുവാണ്. ഞാൻ വിശുദ്ധ കുർബാനയെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ എന്നെക്കൊണ്ട് ദൈവം എനിക്ക് തന്നിരിക്കുന്ന ആ കഴിവനുസരിച്ച്. അപ്പോൾ ഞാൻ ഇന്നലെ ബ്രദറിനോട് സംസാരിച്ചു. അപ്പോൾ ബ്രദർ പറഞ്ഞു CCC ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് എഴുതാൻ പറഞ്ഞു. അപ്പോൾ ശരിക്കും ഞാൻ മതബോധനയൊന്നും കൊണ്ടുവന്നിട്ടില്ല, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഇങ്ങനെയും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് അധ്യായങ്ങൾ ഇങ്ങനെ എഴുതി ഇങ്ങനെ പോന്നിരിക്കുകയാണ്. അപ്പോൾ കുറേ നാളായിട്ട് ഒന്നും എഴുതാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ശരിക്കും എനിക്കൊരു വിഷമമുണ്ടാകും, തീർന്നായിരിക്കും ഒരു 7 അധ്യായം മറ്റോ ആയി എന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് പരിശുദ്ധ കുർബാന കൃപയുടെ സിംഹാസനം, പരിശുദ്ധ കുർബാന വിശ്വാസത്തിൻ്റെ പ്രഘോഷണം, യേശുവിനെ നോക്കിയവർ പരിശുദ്ധ കുർബാനയെ തന്നെ ആണ് നോക്കുന്നത്, കുർബാനയെ നോക്കുന്നവർ യേശുവിനെയാണ് നോക്കുന്നത്, സക്രാരി സഭയിലെ വാഗ്ദാന പേടകം, വിശുദ്ധ കുർബാന പാപകടങ്ങളുടെ പുറത്തേക്ക്, വിശുദ്ധ കുർബാന രക്ഷയുടെ കൂദാശ, വിശുദ്ധ കുർബാന കൃപയുടെ സിംഹാസനം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ശരിക്കും ഈ ഇത് ഇന്നലെ മിനിയാന്ന് മുതൽ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ വിശുദ്ധർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഇങ്ങനെ ആരോ പറഞ്ഞു തരുന്ന പോലെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡയറിയിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അത്ര വലിയൊരു അനുഭവമായിട്ട് എനിക്ക് തോന്നുവാണ്. ദൈവത്തിന് സ്തുതി. ഓക്കെ, താങ്ക് യു.